ഹായ്. സോ നമ്മുടെ ഫിഫ്ത്ത് GIB പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ടോപ്പിക്സ് എല്ലാം കണ്ടു കാണും. അപ്പം ഈ ഒരു ടോപ്പിക്കിലേക്കുള്ള റിവിഷൻ എന്ന് പറയുന്നത് PYQs ചെയ്തും അതേപോലെ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസിലുള്ള ക്വസ്റ്റ്യൻസും നമ്മുടെ സ്ലൈഡിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് മാക്സിമം ഈ GIB നിങ്ങൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. സോ ഈ GIBയിൽ തന്നെ നിങ്ങൾക്കുള്ള ഒരു പോർഷനാണ് വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേഷനറി വേവ്സിൻ്റെ ഫോർമേഷനാണ്. അതൊന്ന് നമ്മുടെ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലും അതേപോലെ ഓപ്പൺ പൈപ്പും ക്ലോസ് പൈപ്പും. അപ്പോൾ നിങ്ങൾ അവിടുത്തെ ഫ്രീക്വൻസീസ്, അതായത് നമുക്കറിയാം ഹാർമോണിക്സ് എന്ന് പറയും അല്ലേ, ഫസ്റ്റ് ഹാർമോണിക് ഫ്രീക്വൻസി, സെക്കൻഡ് ഹാർമോണിക് ഫ്രീക്വൻസി, തേർഡ് ഹാർമോണിക് ഫ്രീക്വൻസി, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഫ്രീക്വൻസീസിൻ്റെ റേഷ്യോ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണ് എടുക്കുന്നതെങ്കിൽ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ കേസിലുള്ള ഫ്രീക്വൻസി ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഓർഡർ 1:2:3 എന്ന് വെച്ചാൽ എല്ലാ ഹാർമോണിക്സും പ്രസൻ്റ് ആണ് എന്നാണ് നമ്മൾ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ കേസിൽ പറയാം അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഫ്രീക്വൻസി ഓർഡർ എഴുതുമ്പം nu1 എഴുതും, 2nu1 എഴുതും, 3nu1 എഴുതും. അവിടെ nu1 എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയാണ്. അതേപോലെ നമ്മൾ ഓപ്പൺ പൈപ്പിലേക്ക് പോയാൽ ഓപ്പൺ പൈപ്പ് പഠിക്കാൻ ഏറ്റവും എളുപ്പമാണെന്ന് പറഞ്ഞു. കാരണം സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ ഹാർമോണിക് ഫോർമേഷൻ പോലെ തന്നെയാണ് ഓപ്പൺ പൈപ്പിലുള്ളത്. അപ്പോൾ എനിക്ക് അവിടെ കൊടുക്കാം 1:2:3 എക്സെട്ര എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഇവിടെയും എനിക്ക് nu1:2, 2nu1:2, 3nu1:2 എക്സെട്ര എന്ന് പറയാം. നെക്സ്റ്റ് ഈസ് ക്ലോസ്ഡ് പൈപ്പ്. എന്തായിരുന്നു ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരെൻഡ് ക്ലോസും ഒരെൻഡ് ഓപ്പണുമായിട്ടുള്ള പൈപ്പുകളെയാണ് നമ്മൾ ക്ലോസ്ഡ് പൈപ്പുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ഡെഫിനേഷൻ ഓർത്തിരിക്കണം. ക്ലോസ്ഡ് പൈപ്പിൽ ആകെയുള്ളത് എന്ത് മാത്രമാണ്? ഓഡ് ഹാർമോണിക്സ് മാത്രമാണ്. എന്ന് വെച്ചാൽ നമ്മൾ എഴുതും 1:3:5 എക്സെട്ര എന്ന് എഴുതും. അല്ലെങ്കിൽ നമ്മൾ എഴുതും nu1:2, 3nu1:2, 5nu1:2 എക്സെട്ര എന്ന് പറയും. ഇവിടെ ചോദ്യം ചോദിക്കുന്നത് ഏറ്റവും പെക്യുലർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവരുടെ ഫ്രീക്വൻസി ഡിഫറൻസ്. രണ്ട് കോൺസിക്യൂട്ടീവ് ഫ്രീക്വൻസികൾ തരും, എന്ന് വെച്ചാൽ അടുപ്പിച്ചടുപ്പിച്ചുള്ള ഫ്രീക്വൻസികൾ തരും. എന്നിട്ട് അവിടുത്തെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്താണെന്ന് ചോദിക്കും. സിമ്പിൾ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ കേസ് നോക്കാം. ഇത് രണ്ടും കോൺസിക്യൂട്ടീവ് ഫ്രീക്വൻസീസ് ആണ്. അപ്പോൾ 3nu1 - 2nu1 അല്ലെങ്കിൽ nu1 എന്ന് തന്നെ കിട്ടും. ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ കേസിൽ രണ്ട് കോൺസിക്യൂട്ടീവ് ഫ്രീക്വൻസികൾ തന്നിട്ട് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ അത് തമ്മിൽ മൈനസ് ചെയ്താൽ മതി. ഇനി ഒരു ഓപ്പൺ പൈപ്പ് നമുക്ക് നോക്കാം. രണ്ട് കോൺസിക്യൂട്ടീവ് ഫ്രീക്വൻസീസ്, ഒന്ന് 3nu1 മറ്റത് 2nu1 ആണ്. മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് nu1 എന്ന് കിട്ടും. അപ്പോൾ ഓപ്പൺ പൈപ്പിന്റെ കേസും സ്ട്രെച്ച് സ്ട്രിങ്ങിന്റെ അതേ പാറ്റേൺ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ കോൺസിക്യൂട്ടീവ് ഫ്രീക്വൻസി മൈനസ് ചെയ്താലും എനിക്ക് കിട്ടുന്നത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയാണ്. ഇനി നമുക്ക് ക്ലോസ്ഡ് പൈപ്പിലേക്ക് വരാം. ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ കോൺസിക്യൂട്ടീവ് ഫ്രീക്വൻസി എടുത്ത് ഒന്ന് 5nu1 മറ്റത് 3nu1 ആണ്. ഒന്ന് മൈനസ് ചെയ്ത് എത്ര കിട്ടുക? 2nu1 എന്നാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഒരു ക്ലോസ്ഡ് പൈപ്പിൽ കോൺസിക്യൂട്ടീവ് ഫ്രീക്വൻസീസ് മൈനസ് ചെയ്താൽ 2 times ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയാണ് നമുക്ക് കിട്ടുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ സാധാരണ ഹാർമോണിക്സ് ഒക്കെ പഠിച്ചു പോകുമ്പോൾ മിക്കവരും വിട്ടുപോകുന്നൊരു കാര്യമാണത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കണം. കാരണം നമ്മുടെ അടുത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഈ ചോദ്യം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി. ക്വസ്റ്റ്യൻ പറയുന്നത് ദ 2 നിയറസ്റ്റ് ഹാർമോണിക്സ് ഓഫ് എ ട്യൂബ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ് ആൻഡ് ഓപ്പൺ അറ്റ് ദ അതർ എൻഡ് എന്നാണ്. കണ്ടോ, അവരെ പ്രത്യേകം അവർ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ട്യൂബ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ്, ഓപ്പൺ അറ്റ് ദ അതർ എന്ന് പറഞ്ഞത് എന്ത് പൈപ്പാണ്? ദിസ് ഈസ് ക്ലോസ്ഡ് പൈപ്പ്. ക്ലോസ്ഡ് പൈപ്പിനെ കുറിച്ചാണ് പറയുന്നത്. നിയറസ്റ്റ് ഹാർമോണിക്സ് രണ്ടെണ്ണം തന്നിട്ടുണ്ട്. ഒന്ന് 220 ഹെർട്സ് ആണ്, മറ്റൊന്ന് 260 ഹെർട്സ് ആണ്. ഇപ്പോൾ രണ്ട് നിയറസ്റ്റ് ഹാർമോണിക്സ് തന്നിട്ടുണ്ട്. ചോദ്യം ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ദ സിസ്റ്റം. നീറ്റ് 2017 ചോദ്യമായിരുന്നു. വേഗം ആൻസർ പറഞ്ഞേ. ഇത് രണ്ടും കോൺസിക്യൂട്ടീവ് ഫ്രീക്വൻസീസ് ആണെങ്കിൽ നമുക്ക് ഇവരെ മൈനസ് ചെയ്യാം അല്ലേ. 260 നിന്ന് 220 കുറച്ചാൽ നമുക്ക് 40 ഹെർട്സ് എന്ന് കിട്ടും. ഉടനെ ചാടിക്കേറി ഓപ്ഷൻ ഡി കൊടുക്കരുത്, കാരണം ഇത് ക്ലോസ്ഡ് പൈപ്പാണ്. 40 ഹെർട്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? 2 times ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി നമ്മൾ ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ഇപ്പോൾ 2nu1 = 40 ഹെർട്സ് എന്ന് കൊടുക്കാം. ഓർ nu1 = 40/2 അല്ലെങ്കിൽ 20 ഹെർട്സ് ആണ്. 20 ഹെർട്സ് ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ച് റിവൈസ് ചെയ്ത് എക്സാംസ് എഴുതിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ വേണ്ട രീതിയിൽ നമുക്ക് നീറ്റ് എക്സാമിന് എഴുതാൻ സാധിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ GIBs മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇനിയും രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. സോ GIB എഴുതുക. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. സീ യു സൂൺ.